Hi, so welcome back to our channel. Yeah, നമ്മൾ ഇന്ന് ഡേ 3 ആണ് in Hong Kong. So നമ്മൾ ഹോങ്കോങ്ങിൽ തന്നെയുള്ള അട്രാക്ഷൻസും ഷോപ്പിംഗ് സ്ട്രീറ്റ്സും ഒക്കെയാണ് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. Since tram ഭയങ്കര ചീപ്പ് ആയതുകൊണ്ട് നമ്മൾ ട്രാമിൽ കയറി ബാങ്ക് സ്ട്രീറ്റിൽ ഇറങ്ങി ആൻഡ് അവിടെ നിന്ന് കുറച്ച് ദൂരം നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പീക്ക് ട്രാമിൻ്റെ ലോവർ ടെർമിനസിലെത്താം. പീക്ക് ട്രാം കയറി മോളിൽ പോകുമ്പോൾ അവിടെ കുറേ അട്രാക്ഷൻസ് ഉണ്ട്. അതിലൊന്നാണ് മഡാം തുസാഡ്സ്, പിന്നെ ഒരു ഒബ്സർവേറ്ററി ഉണ്ട്, ഓഷ്യൻ പാർക്ക് ഉണ്ട്, ടെമ്പിൾ ഉണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ക്യൂ നിൽക്കുകയാണ്. സോ ഫസ്റ്റ് നമ്മൾ പോകുന്നത് മഡാം തുസാഡ്സിലേക്ക് ആയിരിക്കും. ഇവിടെ എല്ലാം ക്യൂ ആണ്. ലൈക്ക് ഒരു ക്യൂ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചുമ്മാ അതിൻ്റെ ബാക്കിൽ അത്രയ്ക്കും ക്യൂ ആണ്. ആൻഡ് പിന്നെ എല്ലാവരും ക്യൂ നിൽക്കാനും അത്ര കുഴപ്പമില്ലാത്ത ആൾക്കാരെ കുറേ നിൽക്കും. എല്ലാം പേഷ്യൻസ് ഉള്ള ആൾക്കാരാണ്. ഈവൻ റോഡിൽ തന്നെ ഡ്രൈവിംഗ് ഒക്കെ അത്ര ഹാഷ് ഡ്രൈവിംഗ് അല്ല. അതിന് നമ്മൾ ക്രോസ് ചെയ്യാൻ വന്നാലും അവർ നിർത്തേക്ക് തരും. ഇവിടെ സീബ്ര ക്രോസിങ് അല്ലാതെ പോയാലും അങ്ങനെ പോകരുത്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഈവൻ ട്രാംസ് ഒക്കെ തന്നെ സിഗ്നൽസ് ഒക്കെ പാലിച്ചിട്ട് പോകുന്ന ട്രാംസ് ആണ് കണ്ടത്. ഓക്കെ മെയിൻ കാര്യം പറയുകയാണെങ്കിൽ സോ ഇവിടുത്തെ ടിക്കറ്റ് നിങ്ങൾ ക്ലൂക്ക് വഴി ബുക്ക് ചെയ്യുക, ബിക്കോസ് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓഫ്ലൈൻ ടിക്കറ്റ്സിന് കുറച്ച് അധികം പൈസയാണ്, പിന്നെ ക്യൂ നിൽക്കേണ്ടി വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ടും നമ്മൾ അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും മെച്ചം. കാരണം അഡ്വാൻസ് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ നമ്മൾ സ്കാനർ ഉണ്ടോ, ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് ജസ്റ്റ് അകത്ത് കയറാൻ പറ്റുന്നതാണ്. ഇത്രയും ക്യൂ നമുക്ക് ആക്ച്വലി അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ വെതറിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല വെയിലും നല്ല തണുപ്പുണ്ട്. അതെ, അപ്പം വെയിൽ കണ്ടിട്ട് ഭയങ്കര സമ്മർ ഡ്രസ് ഒന്നും എടുത്ത് ആരും വരാൻ നിൽക്കണ്ട. ഒരു ടിപ്പ് പറയാം, ഓൾവേസ് ക്യാരി യുവർ സൺസ്ക്രീൻ, അംബ്രല്ല, ജാക്കറ്റ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ ട്രാമിൽ കയറി പോകുക വരാം. നമ്മൾ പീക്ക് ട്രാം ഇറങ്ങി അവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നിന്ന് തന്നെ അടിപൊളി വ്യൂ ആണ്. മുകളിലെത്തുമ്പോൾ ഇതിലും സൂപ്പർ ആയിരിക്കും. സോ യൂഷ്വലി നമ്മൾ ഇറങ്ങാൻ നേരത്താണ് സൂനിയർ ഷോപ്പൊക്കെ കാണാറ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഫുൾ സൂനിയേഴ്സ് ആണ്. നമ്മൾ ആദ്യം പോകുന്നത് മഡാം തുസാഡ്സിലേക്കാണ്. സോ ഇതാണ് ഇവിടുത്തെ പീക്ക് പോസ്റ്റ് ഓഫീസ്. നമ്മളിപ്പോൾ ഇപ്പോൾ ഉള്ളത് പീക്ക് ട്രാം പോസ്റ്റ് ഓഫീസിലാണ്. നമ്മളിവിടെ വന്നിട്ട് $4 കൊടുത്ത് 2 സ്റ്റാമ്പ് വാങ്ങിച്ചു. ഇവിടെ 2 വാങ്ങിച്ചു. ആൻഡ് ഇതിൻ്റെ പുറത്ത് സോനിയ ഷോപ്സ് ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇഷ്ടമുള്ള ലെറ്റർ വാങ്ങിക്കാം. ഇതിൻ്റെ ബാക്കിൽ അഡ്രസ്സ് എഴുതി സ്റ്റാമ്പ് ഒട്ടിച്ച് നമുക്ക് അയച്ചു കൊടുക്കാം. സോ അങ്ങനെ പോസ്റ്റ് കാർഡൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ കാണുന്ന പിങ്ക് ബോക്സിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ മതി. ഒരു 2 വീക്സിനുള്ളിൽ അത് എത്തുന്നതായിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് പോയത് സ്കൈ ടെറസിലേക്കായിരുന്നു. സോ ഇവിടെ നിന്ന് ഹോങ്കോങ് സിറ്റിയുടെ ഒരു 360 വ്യൂ നമുക്ക് കിട്ടും. ആൻഡ് ഇതൊരു മസ്റ്റ് ഡു തിങ് ആണ്. സോ പീക്ക് ട്രാമിൻ്റെ ടിക്കറ്റ് എടുക്കുമ്പം ഇതും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ നോക്കാം. ഉള്ളത് മൻമോ ടെമ്പിളാണ്. ഇവിടെ നമുക്ക് നമ്മുടെ വിഷസ് ഒക്കെ പ്രേ ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം തന്നെ ഇവിടെ 3 സെന്റ് എടുക്കുക. ഇത് കത്തിച്ചതിന് ശേഷം ഈ ടെമ്പിൾ ഫുൾ നടന്ന് ഇതാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ബാഡ് ഇതൊക്കെ പോകുന്ന പറയുന്നത്. പിന്നെ എൻവലപ്പിൽ നമ്മുടെ പേരും നമുക്ക് എന്താ വേണ്ടതെന്നൊക്കെ എഴുതിയിട്ട് നമുക്ക് ഇവിടെ അതിനുശേഷം ഇവിടെ ഇതുപോലത്തെ ഒരു സംഭവമുണ്ട്. സോ നമ്മളിവിടുത്തെ ദൈവത്തിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ ഈ കുടിക്കുമ്പോൾ വീഴുന്ന ആ സ്റ്റിക്കിലൊരു നമ്പർ ഉണ്ടാവും. ആ നമ്പറിൽ ഉള്ള സംഭവം വേറൊരു ബുക്കിൽ പോയി വായിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അത് നമ്മൾ നേരെ പോയത് ക്യാറ്റ് സ്ട്രീറ്റിലേക്കായിരുന്നു. അപ്പോൾ ഈ സ്ട്രീറ്റിൽ മൊത്തം ആൾക്കാരിങ്ങനെ കട്ടെടുത്തുകൊണ്ട് വന്ന സംഭവങ്ങളൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നമ്മുടെ ചോർ ബസാറൊക്കെ പോലത്തെ ഒരു സംഭവം. പിന്നെ ഇതാണ്
മിഡ് ലെവൽ എസ്കലേറ്റേഴ്സ്. സോ ഇതാണ് ഹോങ്കോങ്ങിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള എസ്കലേറ്റർ സിസ്റ്റം. സോ ഹോങ്കോങ് സിറ്റി ആക്ച്വലി ഓരോ ലെവൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആൾക്കാർക്ക് എപ്പോഴും പോകാനൊക്കെ ഈസി ആക്കാൻ വേണ്ടി അവർ ഫ്രീ എസ്കലേറ്റർ സർവീസസ് വെച്ചിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി തന്നെ വരണം. ഔട്ട്ഫിറ്റ് വർത്ത് 500 Thai baht, then 250 Thai baht, 35,000 INR. ഷെയ്ഡ്സ്, Shades 3 lakh 50,000. ഷൂസ്, Shoes 999. ഹെയർ ബാൻഡ്. 200 rupiah. താങ്ക്സ്. We cross the street in Hong Kong. It's very crowded and busy. And now the time is 5:05 and we are heading to Mongkok. So wherever we are going, we have to try all modes of transportation. So we have covered normal trains, Tram, buses, tram. We are going to try metro right now and kind of excited. One correction, it's not metro, it's MRT. Monorail transportation. Oh my god. Hãy subscribe cho kênh Ghiền Mì Gõ để không bỏ lỡ những video hấp dẫn.